എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നീ എൻ്റെ മകളായതുകൊണ്ടാണ് നിന്നെ വൈദ്യ പ്രസവിച്ചു എന്നേ ഉള്ളൂ, പട്ടി പ്രസവിക്കും പോലെ, പക്ഷേ നിൻ്റെ അച്ഛൻ ഞാനാണ് എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് അലീനയോട് ചോദിക്കുകയാണ്, ലോകത്തിലെ ഏറ്റവും നല്ല അമ്മ ബ്രിജിത്ത മമ്മിയാണെന്ന് നീ വിചാരിക്കാൻ കാരണം എന്താണെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ബ്രിജിത്താമ്മ എന്നെ അത്രയും സ്നേഹിച്ചുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ അലീനയോട് ബാലചന്ദ്രൻ പറയുകയാണ്, അപ്പോൾ അതിനേക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അതെന്തുകൊണ്ടാണെന്ന് അറിയോ എന്ന് ചോദിക്കുകയാണ്. ബ്രിജിത്താമ്മ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് നീ അനാഥയാണെന്ന് അറിഞ്ഞ ശേഷം അല്ലേ, പക്ഷേ ഞാൻ അങ്ങനെയാണോ എന്ന് ചോദിക്കൂ കേട്ടോ. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, എന്നെ ഇങ്ങനെ അടിച്ച് പുറത്താക്കേണ്ട സമയത്താണ് എന്നിങ്ങനെ പറയുമ്പോൾ, വേണ്ട കൂടുതലൊന്നും പറയണ്ട, നിനക്ക് അതൊക്കെ അറിയാലോ, അതുകൊണ്ട് നീ എൻ്റെ കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് അലീനനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ബാലചന്ദ്രൻ. അത് കഴിഞ്ഞ് പിന്നീട് അലീനയാണെങ്കിലും മുത്തശ്ശി കിടന്നിരുന്ന ആ ബെഡിലേക്ക് നോക്കി ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. മുത്തശ്ശി ഇല്ലാത്തതിൻ്റെ വിഷമമൊക്കെ അലീനയ്ക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശി കിടന്നിരുന്ന ബെഡിൻ്റെ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ അതൊക്കെ മാറ്റിയിട്ട് പുതിയതെടുത്ത് വിരിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോഴാണ് കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിരിച്ചൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടോ കൃഷ്ണമോൾ വരുന്നത്. അപ്പോൾ ചേച്ചിയെല്ലാം പുതിയത് വിരിച്ചോ എന്ന് ചോദിക്കും. ഇനിയിപ്പോൾ ചേച്ചിക്ക് ഇവിടെ കിടക്കാലോ, ബെഡിന് കുറച്ചുകൂടെ വീതി വേണമായിരുന്നു അല്ലേ, എന്നാൽ എനിക്കും ചേച്ചിയുടെ കൂടെ കിടക്കായിരുന്നു എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അലീന വീണ്ടും തറയിൽ തന്നെ കിടക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. മുത്തശ്ശിയുടെ ബെഡെല്ലാം നന്നായിട്ട് വിരിച്ചിട്ടിട്ട്, അപ്പോൾ ചേച്ചിക്ക് എന്താ ഇവിടെ കിടന്നാൽ ബെഡ് ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഇത് മുത്തശ്ശിയുടെ ബെഡല്ലേടി മോളെ എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി വരുമ്പോഴല്ലേ, ഇനിയിപ്പോൾ മുത്തശ്ശി എന്ന് വരികയെന്ന് വെച്ചിട്ടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഒരാളെങ്ങനെ മിസ് ചെയ്യുമ്പോൾ നമ്മൾ അയാൾ തിരിച്ചു വരണമെന്ന് നന്നായിട്ട് ആഗ്രഹിച്ചാലേ അയാൾ തിരിച്ചു വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ ആഗ്രഹം പോലെ നടക്കും. അപ്പോൾ ആ ഒരു മിസ്സിങ് നല്ല തന്നെയാണ്, ഞാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് മുത്തശ്ശി തിരിച്ചു വരണം എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്നൊക്കെയാണ് അലീന പറയുന്നത്. എന്നിട്ട് കൃഷ്ണമോളാണെങ്കിൽ അവിടെ നിന്ന് പോകും കേട്ടോ. അലീനയാണെങ്കിൽ തറയിൽ ഇതൊക്കെ വിരിച്ചിട്ട് കിടക്കാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൃഷ്ണമോൾ പോയിട്ട് ഒരു പുതപ്പും പില്ലോയൊക്കെ എടുത്തിട്ട് വരുന്നത്. അലീന ചോദിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോളോട്, നീ എന്നാത്തിനുള്ള പുറപ്പാടാണ്, എനിക്ക് ഇന്ന് ചേച്ചിയുടെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് ആ പില്ലോയൊക്കെ അവിടെ വെച്ച് പുതച്ചങ്ങ് കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ഈ വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു ഞങ്ങളുടെ ചേച്ചിയായിട്ട് എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ നിങ്ങളുടെ ചേച്ചി തന്നെയാണല്ലോ എന്നൊക്കെ പറയൂ കേട്ടോ. നീ എൻ്റെ കുഞ്ഞനിയത്തിയല്ലേ എന്നൊക്കെ ഇങ്ങ് പറഞ്ഞിട്ട് അലീനയാണെങ്കിലും കൃഷ്ണമോളെ കൊഞ്ചിക്കുകയാണ് കേട്ടോ. കവിളിലൊക്കെ ഇങ്ങനെ പിടിച്ച് നുള്ളി. അപ്പോൾ കൃഷ്ണമോൾക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അപ്പോൾ അലീനേനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോൾ എന്തിനാ കരയുന്നത് ചോദിക്കുമ്പോൾ സന്തോഷം കൊണ്ടാണെന്ന് പറയും കേട്ടോ കൃഷ്ണമോൾ. പിന്നീട് പിറ്റേ ദിവസമാണ്. അപ്പോൾ രേവതിക്കുട്ടീനെ കോളേജിൽ കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ മാമച്ചായൻ. അപ്പോൾ ജോസൂട്ടിയാണെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് രേവതിക്കുട്ടി ജോസൂട്ടീനോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഇരുത്തം കണ്ടിട്ട് സ്റ്റിയറിങ് അങ്കിളിന് വിട്ടു കൊടുക്കില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജോസൂട്ടി പറയുകയാണ്, ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ കോളേജിലേക്ക് എന്നൊക്കെ പറയും കേട്ടോ. ജോസൂട്ടി ചായന് കോളേജിലേക്ക് വന്നിട്ട് എന്തിനാ അവിടെ പെൺപിള്ളേരെ വായിൽ നോക്കാനാണോ എന്നൊക്കെ അങ്ങനെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയുടെ സംസാരമൊന്നും ജോസൂട്ടിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അങ്കിളും ആൻറ്റിയാണ് ഇവളെ വഷളാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ഇതൊക്കെ ജോസൂട്ടി പറയുന്നുണ്ടായിരുന്നേ. അപ്പോഴേക്കും മാമച്ചായൻ ജോസൂട്ടി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോഴേക്കും മാമച്ചായൻ അവിടെ കയറിയിരിക്കും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇന്ന് ഇവളുടെ പപ്പയായിട്ടാണ് പോകുന്നത്, അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് നിനക്ക് പോകാൻ പറ്റുമോ, ഇവളുടെ പപ്പയായിട്ട് പോകാൻ പറ്റുമോ, എന്നാൽ പിന്നെ നീയും കൂടെ കയറിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഗ്രേസമ്മയും ഞാനും കൂടെ ഇവളെ കൊണ്ടാക്കാൻ പോവുകയാണ്, അപ്പോൾ വീട് നോക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ജോസൂട്ടീനെ അവിടെ നിർത്തും കേട്ടോ. അപ്പോഴേക്കും ഗ്രേസമ്മ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുക്കാൻ മറന്നിട്ടാണ് കേട്ടോ രേവതിക്കുട്ടി ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എന്നാത്തിനടി അവിടെ വെച്ചിട്ടുള്ളത്, ഉച്ചയ്ക്ക് വിശന്നിരിക്കാനോ എന്ന് ചോദിക്കും. അപ്പോൾ ഇന്ന് ഉച്ചവരെയല്ലേ ക്ലാസ് ഉള്ളൂ ആൻറ്റി, ഇതൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ, എന്നാലും കൊണ്ടുപോയിക്കോ, വിശന്നിരിക്കേണ്ട, കഴിച്ചിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അത് അവളുടെ ബാഗിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് രേവതിക്കുട്ടി കാറിൽ കയറാൻ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് ജോസൂട്ടീനോട് ചോദിക്കുകയാണ്, കോളേജിൽ പോയിട്ട് വരുമ്പോൾ എന്താ കൊണ്ടുവരണ്ടേന്ന്. അപ്പോൾ ജോസൂട്ടിക്ക് അതൊന്നും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. ഒരു സങ്കടത്തിലും ദേഷ്യത്തിലൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് മനുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ, നീ എവിടെയാണെന്ന് ചോദിക്കൂട്ടോ മനുവിനോട്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ എറണാകുളത്താണെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അതേതായാലും നന്നായി, ഇവിടെ നടക്കുന്ന നാടകമൊന്നും നിനക്ക് കാണണ്ടല്ലോ എന്ന്. എന്നിട്ട് അങ്കിൾ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, വണ്ടിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ മുറ്റത്ത് ഇറങ്ങി നിൽക്കുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ മനു പറയുകയും ചെയ്യുന്നു. ബാലചന്ദ്രൻ മനുവിനോട് ചോദിക്കുകയാണ്, നീ എന്താടാ അറിഞ്ഞത്, എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നീ എന്നോടും കൂടെ പറയുമെന്ന് പറയും കേട്ടോ. അപ്പോൾ അലീനേനെ ഇങ്ങനെ മകളായിട്ട് ഡിക്ലെയർ ചെയ്തത് അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി എന്ന് പറയാണ്. ഇതിന് മുന്നേ അലീനേനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണല്ലോ ആക്കിയിരുന്നത്, അത് ഞാനൊരു തമാശയായിട്ടാണ് കണ്ടത്, ഇതിപ്പോൾ മകളായിട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി എന്ന്
എന്ന് പറയട്ടോ. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, ഇനി നിനക്ക് അവളെ വേണമെങ്കിൽ കെട്ടാം, നിൻ്റെ മുറപ്പെണ്ണാണല്ലോ അവൾ എന്ന് പറയും. അപ്പോൾ അങ്കിൾ വീണ്ടും എന്നെ ഞെട്ടിക്കുകയാണല്ലോ, ഒന്ന് പോവെങ്കിലേ എന്ന് പറയട്ടോ. നിനക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാടാ, ഇനിയിപ്പോൾ അവളൊരു വീട്ടു ജോലിക്കാരിയാണ്, അനാഥയാണല്ലോ എന്നൊക്കെ അവളോടുള്ള ഇഷ്ടം നീ പുറത്ത് കാണിക്കാതിരുന്നാലും നിനക്ക് തന്നെയാണ് നഷ്ടം എന്ന് പറയൂ കേട്ടോ. ഇനിയിപ്പോൾ നിനക്ക് ആ പേടിയൊന്നും വേണ്ട, എൻ്റെ കൃഷ്ണമോൾക്കും ബബിതയ്ക്കുമുള്ള അതേ അവകാശവും സ്വത്തും ഒക്കെ ഞാൻ അലീനയ്ക്കും കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് അവളെ കെട്ടാന്ന് പറയുമ്പോൾ എനിക്ക് എന്തിനാ അങ്കിളെ സ്വത്ത്, എനിക്ക് നല്ലൊരു ജോലി ഇല്ലേ എന്ന് പറയും. അപ്പോൾ അലീന, ഇനിയിപ്പോൾ നിനക്ക് ജോലിയില്ലെങ്കിലും അലീന നിന്നെ നന്നായിട്ട് നോക്കും, അത് ഞാൻ ഗ്യാരണ്ടിയാണ് എന്നൊക്കെ മനുവിനോട് ബാലചന്ദ്രനാണെങ്കിലും പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അലീന കിച്ചണിൽ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേച്ചി എന്തിനാണ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്, ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിരുന്ന് കഴിച്ചുകൂടെ, ചേച്ചീനെ ആരും എണീപ്പിക്കൊന്നുമില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവിടെ വന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും എണീച്ച് പോകാൻ പറഞ്ഞാലും ഞാൻ എണീക്കില്ല, എന്തിനാണ് വെറുതെ മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്, നമുക്ക് വിശപ്പ് മാറിയാൽ മതിയല്ലോ എവിടെ ഇരുന്ന് കഴിച്ചാലും എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് കൃഷ്ണമോളാണെങ്കിലും എനിക്ക് ചേച്ചി ഉണ്ടാക്കിയ ഫുഡ് മതി എന്ന് പറഞ്ഞ് പ്ലേറ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട പുഴുങ്ങി വെച്ചത് തോട് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അലീന കഴിക്കുന്നതിൻ്റെ ഇടയിൽ അതൊക്കെ തോട് കളഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം രോഹിത്തും ബബിതയും വൈജയന്തിയും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, കൃഷ്ണമോൾ ഇങ്ങനെ അവളുണ്ടാക്കിയ ഫുഡ് എടുക്കാൻ പോയതാണെന്ന് തോന്നുന്നുണ്ട്, അവളോട് ഇന്നലെ രോഹിട്ടൻ പറഞ്ഞതാണ് അവളുണ്ടാക്കിയ ഫുഡൊന്നും കഴിക്കരുത് എന്നുള്ളത്, എന്തായാലും അവളെ കൊണ്ട് കഴിപ്പിക്കരുത് എന്നുള്ള സംസാരമൊക്കെ നടക്കുന്നത്. അപ്പോഴേക്കും കൃഷ്ണമോൾ ഫുഡൊക്കെ എടുത്തിട്ട് വന്നിട്ട് പറയും, നല്ല ഫുഡ് അടുക്കളയിൽ ഇരിപ്പുണ്ട്, ആർക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കാം എന്ന് പറയും കേട്ടോ. ഞാൻ ഇന്നലെ നിന്നോട് എന്താ പറഞ്ഞത്, അമ്മ ഉണ്ടാക്കിയ ഫുഡ് മാത്രം കഴിച്ചാൽ മതി, അവൾ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡ് ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ കഴിക്കുക, പിന്നെ എന്തിനാ ഈ ഉണക്കദോശയൊക്കെ കഴിക്കാൻ നിൽക്കുന്നത് എന്നാട്ടോ രോഹിത്തിനോട് കൃഷ്ണമോൾ പറയുന്നത്. അപ്പോൾ നിന്നെ ഞാനിത് കഴിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങ് പ്ലേറ്റ് തട്ടി താഴെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് കൃഷ്ണമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ചെന്ന് പറഞ്ഞു കൊടുക്കടി ഒരു അച്ഛൻ എന്ന് പറഞ്ഞിട്ടാട്ടോ ആ പ്ലേറ്റ് എടുത്ത് താഴേക്ക് അങ്ങ് നീക്കിയിടുന്നത്. ആ കറക്റ്റ് സമയത്ത് തന്നെയാണ് ബാലചന്ദ്രൻ സിറ്റ് ഔട്ടിൽ നിന്ന് ഹോളിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴേ ബാലചന്ദ്രന് ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടുകൂടി ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതയാണ് ആദ്യം ബാലചന്ദ്രൻ അവിടെ വന്ന് നിൽക്കുന്നത് കാണുന്നത്. ബബിത ചാടി അങ്ങ് എണീക്കും കേട്ടോ. അത് കഴിഞ്ഞാണ് രോഹിത് കാണുന്നത്. അലീന ശബ്ദം കേട്ട് കിച്ചണിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 പേരും ബാലചന്ദ്രനെ കാണുമ്പോൾ അവിടെ എണീറ്റ് നിൽക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രനാണെങ്കിലും എന്താടാ ഈ കാണിച്ചത്, എന്ത് തെമ്മാടിത്തരാടാ ഈ കാണിച്ചതെന്ന് ചോദിച്ചിട്ട് ഒരൊറ്റ അടിയാണ് കൊടുക്കും കേട്ടോ രോഹിതിൻ്റെ കാരണത്ത്. എന്നിട്ടാണ് ബാലചന്ദ്രൻ രോഹിതിനോട് സംസാരിക്കുന്നത്. രോഹിതിനോട് പറയുന്നുണ്ടായിരുന്നു, നീ അധ്വാനിച്ച പൈസ കൊണ്ട് വാങ്ങിച്ച സാധനങ്ങളാണോ ഇതെല്ലാം, അല്ലല്ലോ, ഇത് ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ്, ഈ പ്ലേറ്റും ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എൻ്റെ മകളാണ്, നീ ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊന്നുമല്ലല്ലോ, അങ്ങനെ നിനക്ക് എറിഞ്ഞ് പൊട്ടിക്കണമെങ്കിൽ നീ അധ്വാനിച്ച് നിൻ്റെ പൈസ കൊണ്ട് നീ വാങ്ങിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളായിരിക്കണം, അതുപോലെ തന്നെ നീ സ്വന്തമായിട്ട് വീടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് വേണം ഇങ്ങനെ ചെയ്യാൻ, നീ ഇപ്പോൾ എന്നെ ആശ്രയിച്ചാണ് കഴിയുന്നത്, അതുകൊണ്ട് തന്നെ ആശ്രയിച്ച് കഴിയുന്നവൻ എപ്പോഴും അനുസരിച്ച് ശീലിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബബിതയോടും പറയുന്നുണ്ടായിരുന്നു, ബബിത നിന്നോടും കൂടിയാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുക. രോഹിതിനാണെങ്കിലും ആകെ നാണക്കേടായി കേട്ടോ ആ കരണത്തടി കിട്ടിയത്. അലീനി അവിടെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ. പിന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഇന്ന് മുതൽ ഈ വീട്ടിൽ 2 അടുപ്പൊന്നുമില്ല, 2 പാചകവും ഇല്ല, ഒരൊറ്റ പാചകമേ ഉള്ളൂ, അത് അലീന ഉണ്ടാക്കുന്നത്, അത് വേണ്ടവർ കഴിച്ചാൽ മതി, അല്ലാത്തവർക്ക് പുറത്ത് പോയി കഴിക്കാം, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിക്കാം, ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന സൗജന്യമാണ്, ഇനി അതും ചിലപ്പോൾ ഞാൻ നിരോധിക്കും എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ ഞങ്ങളെയും കൂടി അങ്ങ് നിരോധിച്ചേക്ക് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഇത് നിങ്ങൾക്ക് സ്വബുദ്ധിയും സ്വബോധവും തിരിച്ചറിയാനുള്ളൊരു സമയമാണ് തന്നിട്ടുള്ളത്, അത് മനസ്സിലാക്കി പെരുമാറിയാൽ നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനെ അവിടെ നിന്ന് പോവേ. അപ്പോൾ കൃഷ്ണമോളോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ വൈജയന്തി, നിനക്കിപ്പോൾ തൃപ്തിയായല്ലോ, അവൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അതെല്ലാം എടുത്ത് നക്കടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. അപ്പോൾ അലീന അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അലീനയോടും വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന ഒരു വീട് ഇപ്പോൾ നരകം പോലെ ആക്കി പിശാച്, ഇതെല്ലാം കണ്ട് നീ അർമാദിക്കടി എന്ന് പറഞ്ഞിട്ടാട്ടോ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണമോളാണെങ്കിലും ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അലീന അടുത്ത് വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു, പോട്ടെ മോളിതൊന്നും കാര്യമാക്കേണ്ട, കരയേണ്ട, സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ 3ാം ലോകമഹായുദ്ധം വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്, നീയൊന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കമല ശിവനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. വൈജയനോട് സംസാരിച്ചപ്പോൾ തറവാട് ഭാഗം വെപ്പൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അവൾ എന്നോട് ചോദിച്ചതെന്ന് പറയും. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ വൈജയും ബാലേന്ദ്രനും തമ്മിലുള്ള വഴക്ക് നമുക്കാണോ പറയാവുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ബാലചന്ദ്രനുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് അലീന മുകളിലേക്ക് പോകുന്നുണ്ട്. ബാലചന്ദ്രൻ അത് എടുത്ത് വായിലേക്ക് വെക്കാൻ നിൽക്കുമ്പോൾ അലീന ചെന്ന് വായ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കെട്ടിക്കാറായി, എന്നിട്ടാണ് അവളുടെ കൊഞ്ചലെന്നൊക്കെ പറഞ്ഞ് എന്തായാലും അലീനയുടെ വായിൽ ഫുഡൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചത്.